വേണം കേട്ടോ. അതെ, ഇനി എത്ര വയസ്സായി ഇപ്പൊ? അങ്ങനെയൊന്നുമില്ല, പറയടാ. നമ്മളെന്നാലും എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ എന്റെ ജിഷിനെ, ഒരു പിടിയും കിട്ടുന്നില്ല. അല്ല ഞാൻ ചോദിച്ചു ഏജ് 25, 24 എത്രയാ? 25 ആക്കിയത് കൂടിപ്പോയ ദൈവത്തിനാണ് ആക്കിയതല്ല, സീരിയസ്ലി. എനിക്ക് 30 വയസ്സുണ്ട്. കഷ്ടം. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്, 25 വയസ്സാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്റെ പൊന്നെ, ഞാൻ ക്യാമറയുടെ മുന്നിൽ നിന്ന് കള്ളം പറയാറില്ല, സത്യമായിട്ടും. അല്ല അത് ജിഷിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. പിന്നെ അതുപോലെ തന്നെ സീരിയലിൽ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ അഭിനയിക്കുന്നത് ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ട്രസിൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അത് മകനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ ടെൻഷൻസ് കാണും. ഇപ്പോൾ എത്ര വലിയ നമ്മൾ അഭിനയിച്ചിട്ട് വന്നാലും ഇവരൊക്കെ മുന്നിൽ ഡയലോഗ് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. പിന്നെ ഡയറക്ടർ, ഇപ്പം അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ബിജുചേട്ടൻ ആയാലും പോലും, അപ്പോൾ ടെൻഷൻസൊക്കെ ഫ്രീ ആയി. ഇപ്പോഴും ടെൻഷനുണ്ടോ? ടെൻഷൻ എനിക്ക് തുടങ്ങിയ സമയങ്ങളിലൊക്കെ എനിക്ക് നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രോജക്റ്റ് എന്നല്ല, ലൈക്ക് നമ്മുടെ തുടക്ക കാലഘട്ടത്തിലൊക്കെ എനിക്ക് നന്നായിട്ട് ഒരുപാട് ചീത്തയും കേട്ട് ഒരുപാട് ടെൻഷനൊക്കെ അടിച്ചിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനകത്തോട്ട് വന്നിരിക്കുന്നത്. പിന്നെ അത് പതുക്കെ അങ്ങനെ സെറ്റിൽ ആവാൻ തുടങ്ങി. ലൈക്ക് നമ്മുടെ ആ ഒരു എന്താണ് ഇൻഹിബിഷൻസ് ഉള്ളതൊക്കെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി, അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഈ സാറുമാർ തന്നെ ചില സമയത്ത് ഒരു പ്രത്യേകതയുള്ളത്, ചിലപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യമായിരിക്കാം, ചില ഷോട്ടുകൾ കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇത് നന്നായി ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട്, അല്ലെങ്കിൽ ചില ഇമോഷൻസ് സാധനങ്ങൾ ചെയ്യുമ്പോൾ അവർ തന്നെ ഇരുന്ന് കണ്ണൊക്കെ നിറഞ്ഞ് അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഞാനെന്തോ ചെയ്തു, പക്ഷേ ആ സമയത്ത് അവർ അത് കണ്ട് അവരുടെ കണ്ണ് നിറഞ്ഞെങ്കിൽ ലൈക്ക് അതിനകത്ത് അവർക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാവണമല്ലോ, ഒറിജിനാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള നമുക്ക് അതൊരു ഒരുതരം കോംപ്ലിമെൻറ്റ് പോലെയാണല്ലോ. അപ്പം അങ്ങനത്തെ ലിറ്റിൽ കോംപ്ലിമെൻറ്റ്സ് കിട്ടുന്നത് പോലും നമ്മുടെ ഒരു നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്നിട്ടുള്ളതിന് ശേഷം ഇവിടുത്തെ മാം ആരായിരുന്നാലും ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നു എല്ലാവരും, ഭയങ്കര ഹാപ്പി ആയിട്ട് സെറ്റിൽ ചെയ്തിട്ടാണ് ഇരുന്നിരുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മളെല്ലാവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് ഇരുന്നുകൊണ്ട് നമുക്കെല്ലാം കൊണ്ടും ഹാപ്പി ആയിരുന്നു. എനിക്കൊന്ന് മയിലാട്ടത്തിൽ അതിനകത്ത് കുറച്ച് വികൃതി ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? കുറച്ച് കോമഡിയാണ്, അല്ലെങ്കിൽ പൊന്നമ്മ ചേച്ചിയുടെയും അമ്പിളിച്ചേട്ടൻ്റെ ഒക്കെ മോനായിട്ടാണ് അതിനകത്ത് ചെയ്തത്. അതിനകത്ത് ഉറക്കത്തിനായിട്ട് പോയി കിടന്ന് ഉറങ്ങണോ തന്തേന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കോമഡി അത് ചില ട്രോളിനകത്തൊക്കെ എടുത്തിടാറുണ്ട്. ആ ട്രോളിൽ വരുന്ന വീരനാണ് ഇതല്ലേ? അതും പിന്നെ ബസ് കണ്ടക്ടറിനകത്തുള്ള സാധനമാണ് കൂടുതലും ട്രോളിനകത്ത് വരുന്നത്. അതിനകത്ത് ഹരിശ്രേഷോൻ ചേട്ടൻ്റെയും കൽപ്പന ചേച്ചിയുടെയും മോനായിട്ടാണ്. അപ്പോൾ ആൾ എനിക്ക് ഇത് ഫുഡ് വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ എടോ തന്ത അല്ലെങ്കിൽ എന്താ റോസ്റ്റ് ഐറ്റംസ് ഒക്കെ കൊടുന്നൂടെ എന്ന് പറഞ്ഞിട്ട് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ആള് ഞാൻ തന്നെയാണ്. ഇതെന്തായാലും ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ആയിപ്പോയി എനിക്ക് കേട്ടോ, സീരിയസ്ലി. കാര്യം നമ്മളിവിടെ വന്ന ജിഷിനുണ്ട്, പക്ഷേ ഇത് ഇത്രയും സിനിമകളിൽ ഇത്രയും നല്ല താരങ്ങളോട് അഭിനയിച്ച ഒരാളാണെന്ന് ഇവിടെ ഇരിക്കുന്നുള്ളത് മനസ്സിലായിട്ടില്ലായിരുന്നു. കണ്ടാ പറയുന്നല്ല, മനസ്സിലാവണ്ടേ, ഇപ്പോഴല്ലേ പറഞ്ഞപ്പോഴേ മനസ്സിലായത്. പക്ഷേ ഈ ഒരാൾക്ക് സിനിമകളിലേക്ക് വരണമെന്ന് ഇപ്പം ഇവരുടെ കൂടെ തന്നെ വളർന്നപ്പോഴും അഭിനയിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടില്ല. പണ്ട് എനിക്ക് സിനിമ കിട്ടിയിരുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് എത്രയാണെന്നോ അതിൻ്റെ ഒരു ഹ്യൂജ്നെസ് എന്താണെന്നുള്ള എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് ശരിക്കും നമുക്ക് ഒരു ഐഡിയ എന്താണ് അഭിനയിച്ചു തുടങ്ങും. പണ്ടൊക്കെ നമുക്ക് അഭിനയം എന്ന് പറയുമ്പോഴേക്കും ഓക്കെ കാഷ്വൽ നമ്മളിങ്ങനെ എടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴാണ് നമ്മൾ അഭിനയത്തിനെ കുറിച്ച് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും, ക്യാമറയെ കുറിച്ച് പഠിക്കുന്നു, ആംഗിൾസിനെ കുറിച്ച് പഠിക്കുന്നു, ഓരോ ഷോട്ട്സിനെ കുറിച്ച് പഠിക്കുന്നു. ഓരോ തവണ നമ്മൾ കൂടുതൽ മനസ്സിലാക്കി വരുമല്ലോ. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സിനിമയിലോട്ട് കടക്കാമായിരുന്നു എന്നുള്ളൊരു ചിന്ത കൂടുതലും വരണത് ഇപ്പോഴാണ്. അത് ചിന്തിക്കുന്ന തെറ്റൊന്നുമില്ല. കാര്യം നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ അഭിനയം ആരാണ് ഇങ്ങനെ കൊണ്ട് അഭിനയിപ്പിക്കാൻ വിട്ടതാരാണ്? അച്ഛനാണെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പണ്ട് സിനിമകളൊക്കെ പാടുമായിരുന്നു. അപ്പോൾ പിന്നെ പാടുന്നതിനിടയ്ക്ക് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് പലരെയും സ്റ്റാർട്ടിങ് പാട്ടായിരുന്നു, കോറസൊക്കെ വെച്ച് പാടുമായിരുന്നു. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഓരോരുത്തർ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ വെച്ച് മീറ്റ് ചെയ്യും. പിന്നെ സത്യനന്ദിക്കാട് സാറിൻ്റെ പടമാണ് മനസ്സിലാക്കിയത്, ഫസ്റ്റ് മൂവി. അപ്പോൾ ആൾ തന്നെയാണ് എന്നെ ഡയറക്റ്റായിട്ട് സെലക്ട് ചെയ്തതായിരുന്നു. അങ്ങനെ കണ്ട് സാറിനെ പോയി കണ്ട് ഇങ്ങനെ ഈ സെലക്ഷൻ ഒരു ടാസ്ക് തന്നെ അല്ലേ അഭിനയത്തിലേക്ക് വരുന്നത്? എനിക്ക് അന്ന് എന്തുകൊണ്ടോ വലിയ ഓഡീഷനും കാര്യങ്ങളൊന്നും വേണ്ടി വന്നൊന്നുമില്ല. അല്ല, അന്ന് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഈ സീരിയലായാൽ പോലും എനിക്കൊന്ന് ചാനലിൽ ഫോട്ടോ അയച്ചു കൊടുത്തുള്ളൊരു അപ്രൂവൽ അല്ല എടുക്കുന്നത്. അവിടെ പ്രൊഡ്യൂസർ ഡയറക്ടറാണ് എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഡയറക്റ്റ് ചാനലിൽ വിളിച്ച് അപ്രൂവൽ എടുത്താൽ മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒത്തിരി പേരുടെ ഒരു ആഗ്രഹങ്ങൾ തട്ടിത്തെറിച്ച് പോകുന്നല്ലോ തോന്നാറില്ലേ? അതിപ്പോൾ ഏതൊരു ഫിലിം മേക്കർ ആണെന്നുണ്ടെങ്കിൽ പോലും ലൈക്ക് അവരുടെ മനസ്സിനകത്ത് ഒരു ക്യാരക്ടറിന് പറ്റിയൊരു ബോഡി ലാംഗ്വേജോ ഫേസോ അവരുടെ മനസ്സിനകത്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ എങ്ങനെ വന്നാലും അത് നോക്കും. ലൈക്ക് പിന്നെ എപ്പോഴും ലൈക്ക് 100% സ്കിൽ അല്ലെങ്കിൽ 100% ലുക്സിൽ മാത്രം നിൽക്കില്ലല്ലോ. ഇതൊരു ബാലൻസ് ആയിട്ട് കഥാപാത്രത്തോട് അതെ. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ഇടകലർന്ന് പോയാലേ കാര്യമുള്ളൂ.
അത് ഒന്നിൽ മാത്രം ഭയങ്കരമായിട്ട് പ്രക്ഷോഭിച്ച് നിന്നുകൊണ്ട് മാത്രം ഒന്നും ആവുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മേ ബി ലൈക്ക് മുന്നിലോട്ട് പോവുമായിരിക്കും, ബട്ട് സ്റ്റിൽ ലൈക്ക് ബാലൻസ് ഇസ് എവറിത്തിങ്. അതെ, ബാലൻസ് ആണ് വേണ്ടത്. രണ്ടും താഴെ തട്ട് താഴെടുത്തല്ലേ, മാറാറെ തട്ട് താന്ന് തന്നെ ഇരിക്കുന്ന വേണ്ട, ഒരുപാട് താഴെ വേണ്ട. വിളിച്ചാൽ പറ്റിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഫോൺ വിളിച്ചിട്ട് പറ്റിക്കാൻ പറ്റി? ഞാൻ ആരെയും പറ്റിക്കാറില്ല. ഞാൻ പെൺകുട്ടികളുടെ കാര്യമല്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പറയില്ല ബ്രോ, ഒരിക്കലും പറയാം. അങ്ങനെ പറഞ്ഞ നിഷ്കളങ്കനാണ്, പറയത്തേ ഇല്ല. ഞാൻ ചോദിച്ചതല്ല, പറ്റിക്കാൻ പറ്റിയ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? പെണ്ണുങ്ങളല്ല, ആണെങ്കിലും ചോദിച്ചത്. ബോയ് ഓർ ഗേൾ കുഴപ്പമില്ല, നമുക്കൊരു ചെറിയ പ്രാങ്ക് കോൾ ചെയ്യാനായിട്ടാ. കൊടുത്താൽ ഏത് കോൾ ചെയ്താൽ പെട്ടെന്ന് വരാൻ പറയുന്ന ഒരു ഫ്രണ്ട്. ഇതാ എനിക്ക് ഇന്നോട് ചെറിയൊരു സംഭവം ഉണ്ട്, വരാൻ പറ്റും, ഇല്ലെങ്കിൽ ഫോണില്ല. നമ്പർ കാണാറിയോ? ഇല്ല. കട്ട് ചെയ്യാം, ഫോൺ എടുത്തോണ്ട് വരാം. അല്ല, ഫോൺ എടുത്തിട്ടും കാര്യമില്ല, കാരണം ഫോണിന്റെ ഡിസ്പ്ലേ അങ്ങോട്ട് പോയിട്ടിരിക്കുക. നമ്പർ കാണാതെ അറിയത്തില്ല ആരുടെ? ലവറിന്റെ നമ്പർ കാണാൻ അറിയത്തില്ല. ഞാൻ കൂടി കാണാണ്ട് അറിയുന്നത് എൻ്റെ അമ്മയുടെ നമ്പറാണ്. അമ്മ ഇപ്പം ബാംഗ്ലൂരോ? അമ്മ ബാംഗ്ലൂര്. അപ്പൊ അമ്മയെ വിളിച്ചോറ ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുക, അമ്മ കാണണം. അപ്പൊ എന്താ അമ്മ പറയുന്നറിയാം? അമ്മയുടെ നമ്പർ കാണാൻ അറിയത്തില്ലേ? ഇല്ല, അമ്മ വല്ല അമ്മയ്ക്ക് അവിടെ നന്നായിട്ട് പണിയെടുക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് ഇന്ന് മിണ്ടാണ്ടെന്നുള്ള ഇത് നമ്മൾ നേരത്തെ ചെയ്ത കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഫോൺ എടുത്ത് അകത്ത് വെച്ചിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ ഒരു പാട്ടുകൂടെ പാടാൻ പറയുക. പാട്ട് പാടാനോ? ഒരു പാട്ടും കൂടെ. ഇനിയിപ്പോൾ ഏത് പാട്ടാ പാടുക? ഇഷ്ടമുള്ള ഒരു ഫാസ്റ്റ് ആയിക്കോട്ടെ. ഈ മ്യൂസിക്കിലാണ്ട് പാടുമ്പോൾ എപ്പോഴും മെലഡി പാടുമ്പോഴാണ് അതിൻ്റെ സുഖം കിട്ടും. പാടിക്കോളൂ. ഞാൻ ഹിന്ദി പാടിയല്ലോ. ഹിന്ദി ഇഷ്ടംമാതിരി പാടാം. चाहे जो तुम्हें पूरे दिल से मिलता है वो मुश्किल से, ऐसा जो कोई कहे बस वो ही सब से हंसे, उस हाथ को तुम थाम लो, वो मेहरबान कल हो न हो, हर घड़ी बदल रही है धूप जिंदगी, छाँव है कभी कभी है धूप जिंदगी, हर पल यहाँ जी भर जियो, जो है समा कल हो न हो. സൂപ്പർ ബ്രോ, അടിപൊളി. ഈ പാട്ടുകൾ കേട്ടിട്ടെ അഭിനയിക്കാനല്ലാതെ പാടാൻ വേണ്ടി ഒരു പാട്ട് പാടാൻ വേണ്ടി വിനീത് ശ്രീനിവാസൻ വിളിക്കുകയാണെങ്കിലോ? വിളിക്കുന്നല്ലേ പറഞ്ഞേ? വിളിക്കുമെങ്കിൽ വിനീതേട്ടാ ഒരു പാട്ട് നമ്മുടെ ചെക്കനെ കൊടുക്കണേ കേട്ടോ. അവൻ നന്നായിട്ട് പാടുന്ന കോറസൊക്കെ കുറേ പാടിയിട്ടുണ്ട്. എത്ര പടത്തിൽ പാടിയിട്ടുണ്ട് കോറസ്? 5-6 പടത്തിൽ തന്നെ പാടിയിട്ടുണ്ട്. ഈ കോറസ് പാടാൻ വേണ്ടി ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുമല്ലോ, നമ്മളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമല്ലോ, അങ്ങനെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അച്ഛൻ ഒബിയസ്ലി ഉണ്ട്, പക്ഷേ എങ്കിലും ഒരു വഴി ഉണ്ടാവണമെങ്കിൽ ഒരാൾ. ഞാൻ പഠിച്ചിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് എനിക്ക് കൂടുതലും കോൾസ് വന്നിരുന്നത്. ചേതന എന്ന് പറയുന്ന അവിടുന്ന് സെലക്ട് ചെയ്തല്ലേ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ അവിടുന്ന് പാടുന്ന പിള്ളേരെ സെലക്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് അവരുടെ തന്നെ സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് വരുന്ന സമയത്ത് നമ്മളെ വിളിക്കും. അങ്ങനെയാണ് എല്ലാത്തിൻ്റെ ഒരു തുടക്കം. ഫസ്റ്റ് അച്ചീവ് ചെയ്ത് എത്ര രൂപയായിരുന്നു? 250 രൂപ. പാട്ട് പാടിയിട്ട് കോറസ് പാട്ട് 250 രൂപ. ഏത് വർഷമായിരുന്നത്? വർഷം ഓർക്കുന്നില്ല, ഒരു 4-5 6 പഠിക്കുന്ന സമയത്താണ്. 10-20 വർഷം എന്തായാലും അല്ലേ? അപ്പോൾ ആ സമയത്ത് അത് വലിയ തുകയല്ലേ 250 രൂപ എന്ന് പറയുന്നത്? എന്താ ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? ആ 250 രൂപ ഫസ്റ്റ് കിട്ടിയ സമയത്ത് അത് ആദ്യം എന്താ അമ്മയുടെ അച്ഛൻ്റെ കൊടുത്തത്? അതോ മിഠായി വാങ്ങിച്ചോ? മിഠായി വാങ്ങിക്കലാണ്. മിഠായി വാങ്ങിച്ചു പോകുന്ന ആ സമയത്ത് എന്തോ ഡയറി മിൽക്കോ മിൽക്കി ബാറോ എന്തോ ഒരു മിൽക്ക് ട്രീറ്റോ അങ്ങനെ എന്തോ ഒരു സാധനം അന്ധകാലത്തുള്ള ഏതൊരു മിഠായിയാണ് വാങ്ങിച്ചു കഴിച്ചത്. അതിപ്പോഴും ഉണ്ട് കേട്ടോ, ഡയറി മിൽക്കൊക്കെ ഇപ്പോഴും ഉണ്ട്. അന്നത്തെ കാലത്തല്ല, ഇപ്പോഴും ആ മിഠായി ഉണ്ട്. ആ സാധനം എന്തോ മിൽക്ക് ട്രീറ്റ് എന്തോ ആയിരുന്നു. മിൽക്ക് ട്രീറ്റ്. ഓക്കെ. അപ്പം പറഞ്ഞു വന്നപ്പോഴേ നമ്മളിങ്ങനെ ചുമ്മാ കൗണ്ടർ അടിച്ചതെന്ന് വെച്ചാൽ ഇന്റർവ്യൂ ആയി തോന്നരുത്, അതിനുവേണ്ടി മാത്രമാണ് കൗണ്ടർ അടിച്ചത് കേട്ടോ. പക്ഷേ എനിക്ക് നീന്ന് വിളിക്കാനേ തോന്നുന്നുള്ളൂ കേട്ടോ. പക്ഷേ ജിഷ്യൻ്റെ ആ ഒരു ഫേസിലെ ആ ഒരു എക്സ്പ്രഷൻ, ചിരി, ആ ഒരു ക്യൂട്ട്നെസ്, പക്ഷെ കണ്ണിലെ തീക്ഷ്ണത ഒരു ലവറിനുണ്ട്. അത് ഉറപ്പായിട്ടും ആ തീക്ഷ്ണതയുണ്ട്. അത് അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷെ പാട്ട് കേട്ടോ രക്ഷയില്ല. ഇനി പാടണം. സീരിയൽസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ട്രൈ ചെയ്യണ്ടേ? സീരിയലൊക്കെ ഇപ്പോൾ പാട്ടുകൾ വരുന്നുണ്ടല്ലോ. സീരിയലിൽ പാട്ടുകളല്ല, ഞാനിപ്പോൾ ഇതിൻ്റെ ഒപ്പം ചന്ദ്രാന്ന് ചെയ്യുന്നതിൻ്റെ ഒപ്പം ലൈക്ക് പാരലലി വേറൊരു സീരിയൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മാംഗല്യം എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നെഗറ്റീവ് ക്യാരക്ടറാണ് അത് ചെയ്യുന്നത്, ധനുഷ് എന്ന് പറയുന്നത്. നെഗറ്റീവാണ്. ജിഷിൻ്റെ അതേ ഫേസ് കട്ടും, ഫേസ് കട്ട് മീൻസ് അത് അപ്പിയറൻസ്, ബോഡി അപ്പിയറൻസ് ഒക്കെ ഉള്ള കുടുംബശ്രീ ശാരദയിലെ നായകൻ അവൻ പ്രബിൻ, ഇതേ ഒരു അപ്പിയറൻസ് ഒക്കെയാണ്. കുറച്ചും കൂടെ
എനിക്കൊന്ന് അവൻ്റെ തടി ഇപ്പോൾ കുറഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ സുഹൃത്താണ് കേട്ടോ. ആ. എനിക്ക് അവനെ ഓർമ്മ വരുന്നത് കണ്ടിങ്ങനെ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പറയാറുണ്ടല്ലേ. ചില സമയത്ത് മുടിയൊക്കെ ആ മുടി ഇങ്ങനെ ആയിരുന്നു ആ സമയം. ഇപ്പം ആ സമയത്ത് ഇങ്ങനെ ചെമ്പരത്തി എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരന് മുടി ഇങ്ങനെയായിരുന്നു. ഇപ്പൊ ഞാനൊക്കെ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുക. അത് കണ്ടിട്ട് ചെമ്പരത്തിയിൽ പ്രവീണൻ പടായിരുന്നു. എങ്കിലും ഒരാളുമായിട്ട് സിമിലാരിറ്റി എന്ന് പറയുന്നത് നമ്മളായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യണം. പക്ഷേ എങ്കിലും തോന്നുന്നത് തന്നെ വലിയൊരു പറയുന്നത് തന്നെ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇനി പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി ആൾക്കാർ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് രീതിയിൽ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട്, മൂവികളുടെ മിനി സ്ക്രീനിലെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളെ പോലെ വളർന്നു വരുന്ന കലാകാരന്മാരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു ക്ലീഷേ ഡയലോഗായി പോവും. എങ്കിൽ പോലും ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യാം. ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എല്ലാം കൊണ്ടും. അപ്പോൾ തീർച്ചയായിട്ടും തിരക്കാണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ലൈവ് പോകാനുള്ള തിരക്കിലാണ് അവിടെ വിളിച്ചുകൊണ്ടിരിക്കുക കൺട്രോളർ. അപ്പം എല്ലാവിധ ഭാഗങ്ങളും ഇനി നല്ല സിനിമകൾ കിട്ടട്ടെ, സീരിയൽസ് കിട്ടട്ടെ, പാട്ടുകൾ കിട്ടട്ടെ, അതുപോലെ തന്നെ ഈ ചിരി എപ്പോഴും കീപ് സ്മൈലിങ് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ.